മാത്രമല്ല നമ്മുടെ കയ്യിലുണ്ടായിരുന്ന പള്ളികളും മദ്രസകളും രാജ്യങ്ങളും അധികാരങ്ങളും മുഴുവനും നഷ്ടപ്പെട്ടു പോയത് എപ്പോഴാണെന്നറിയുമോ? നമ്മൾ ശിർക്ക് ചെയ്തപ്പോഴല്ല, നമ്മൾ മതം വേണ്ട എന്ന് പറഞ്ഞപ്പോഴല്ല, നമ്മൾ വികാരത്തിന് അടിമകളായി നമ്മുടെ ആഘോഷങ്ങളും ആർഭാടങ്ങളും അതിരുകടന്നപ്പോൾ നമ്മുടെ കയ്യിലുള്ള അധികാരങ്ങളും പള്ളികളും മറ്റുള്ളവർ കൊണ്ടുപോയി. ഇത് ശരിക്കും മനസ്സിലാക്കേണ്ട കാര്യമാണ്. പല സ്ഥലത്ത് നമ്മുടെ പള്ളികൾ മറ്റു മതക്കാർ അടിച്ചു മാറ്റി. എപ്പോഴാ? നമ്മൾ ശിർക്ക് ചെയ്തപ്പോഴാണോ? അല്ല. നമ്മൾ മതം വേണ്ടെന്ന് പറഞ്ഞപ്പോഴാണോ? അല്ല. മറിച്ച് ഈ സമുദായത്തിന്റെ മക്കള് നൃത്തത്തിന്റെയും നാടകത്തിന്റെയും സിനിമയുടെയും ആഘോഷത്തിന്റെയും ആളുകളായി മാറിയപ്പോൾ അല്ലാഹു നമ്മുടെ കയ്യിലുള്ള അധികാരങ്ങൾ എടുത്തു കളഞ്ഞു. ഇതിന് 100 കണക്കിന് ഉദാഹരണം പറയാൻ പറ്റും. ഈ കഴിഞ്ഞ മാർച്ച് മാസം 25-ാം തീയതി മുതൽ ഒരാഴ്ചയോളം ഞാൻ യൂറോപ്പിലെ വ്യത്യസ്ത രാജ്യങ്ങളിലായിരുന്നു. പ്രധാനമായിട്ടും അന്ദലുസിലായിരുന്നു. എന്താണ് അന്ദലുസിന്റെ പ്രത്യേകത? 8 നൂറ്റാണ്ടോളം മുസ്ലിങ്ങൾ ഭരിച്ച രാജ്യമാണ് സ്പെയിൻ. സ്പെയിനിലെ കൊർദോവ, സെവില്ല, ഗ്രാനഡ തുടങ്ങിയുള്ള സ്ഥലങ്ങളെല്ലാം മഹാന്മാരായ ഇമാമിയങ്ങൾ ജീവിച്ച രാജ്യങ്ങളാണ്. എന്റെ മനസ്സിൽ ഏറ്റവും വേദനയുണ്ടാക്കിയ ഒരു രംഗമുണ്ട്. പ്രിയമുള്ള ചെറുപ്പക്കാരെ, നിങ്ങളുടെ കയ്യിൽ മൊബൈൽ ഉണ്ടല്ലോ, നിങ്ങൾ എല്ലാവരും സെർച്ച് ചെയ്യുന്നവരാണല്ലോ. നിങ്ങൾക്കറിയുമോ, കൊർദോവ എന്ന ലോകപ്രസിദ്ധ സിറ്റിയിൽ നിൽക്കുന്ന ആയിരക്കണക്കിന് ആളുകൾക്ക് നിസ്കരിക്കാൻ സൗകര്യമുള്ള ഗ്രാൻഡ് മസ്ജിദ്, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മുസ്ലിങ്ങൾ ഉണ്ടാക്കിയ പള്ളി ഇന്ന് കത്തീഡ്രലാണ്. ക്രൈസ്തവ ചർച്ചാണ്. ഏതാ? ആയിരക്കണക്കിന് ആളുകൾക്ക് നിസ്കരിക്കാൻ സൗകര്യമുള്ള ഗ്രാൻഡ് മോസ്ക് ഓഫ് കൊർദോവ. കൊർദോവയിലെ ഗ്രാൻഡ് പള്ളി. ആ പള്ളിയിലെ മെഹ്റാബ് പൊളിച്ചിട്ടില്ല, മെഹ്റാബിൽ എഴുതിയ ആയത്ത് മായിച്ചിട്ടില്ല, സഫിന്റെ വരകൾ മാഞ്ഞിട്ടില്ല, ആ പള്ളിയുടെ കമാനങ്ങൾ മാഞ്ഞിട്ടില്ല. ആയിരക്കണക്കിന് ആളുകൾക്ക് നിസ്കരിക്കാൻ പറ്റുന്ന ഗ്രാൻഡ് മസ്ജിദ്, കൊർദോവയിലെ മഹാപള്ളി, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നമ്മുടെ മുൻഗാമികൾ ഉണ്ടാക്കിയ പള്ളി ഇന്നതൊരു ക്രൈസ്തവ ചർച്ചാണ്. അതിന്റെ ഉള്ളിൽ ചാപ്പലുണ്ട്, അതിന്റെ ഉള്ളിൽ ക്രൈസ്തവ സഹോദരന്മാരുടെ ആരാധനാലയമാണ് ഔദ്യോഗികമായി. അവിടെ ഇന്ന് മുസ്ലിം ജനസംഖ്യകൾ ഇല്ല. എപ്പോഴാ നമ്മുടെ പള്ളി പോയത്? ഇതാണ് ചരിത്രത്തിൽ നിന്ന് പഠിക്കേണ്ടത്. എപ്പോഴാണ് നമ്മുടെ കയ്യിൽ നിന്ന് ആ പള്ളി പോയത്? നമ്മുടെ ആളുകളുടെ കല്യാണ വീടുകളിൽ ആറാട്ട് തുടങ്ങിയപ്പോ, നമ്മുടെ സമുദായത്തിന്റെ പെൺകുട്ടികളെ തെരുവിലിറങ്ങിയിട്ട് തോന്നിവാസം കാണിക്കാൻ തുടങ്ങിയപ്പോ, നമ്മുടെ നാട്ടിലെ നമ്മുടെ സമുദായത്തിന്റെ ചെറുപ്പക്കാരികൾ ഉറഞ്ഞു തുള്ളാൻ തുടങ്ങിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ സമുദായത്തിന്റെ ചെറുപ്പക്കാർ വഴിമാറി സഞ്ചരിക്കുന്ന കാലമായാൽ നിങ്ങൾ എന്തിനെയാണ് പ്രതീക്ഷിക്കുന്നത് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുന്നുണ്ട്. എന്താണെന്നറിയുമോ? ഇദാ ലഹറ الزنا والربا في قرية فقد أحلوا بأنفسهم عذاب الله. ഒരു ഗ്രാമത്തിൽ വ്യഭിചാരവും പലിശയും വ്യാപകമായാൽ അവർ അല്ലാഹുവിന്റെ ശിക്ഷയെ വിളിച്ചു വരുത്തിയിരിക്കുകയാണ്. യാ മഅ്ശറൽ മുഹാജിരീൻ, ഓ മുഹാജിരീങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ദിവസം വന്നിട്ട് പറയുകയാണ്, ഓ മുഹാജിറുകളെ, ഹംസും ഇദബ്തുലീതും ബിഹിന്ന വഅഊദു ബില്ലാഹി അൻ തുദ്രികൂഹുന്ന, 5 കാര്യങ്ങൾ അതിൽ നിങ്ങൾക്കുണ്ടാവല്ലേ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ലം തൽഹരിൽ ഫാഹിഷതു ഫീ ഖൗമിൻ ഖത്തു ഹത്താ യുഅ്ലിനൂ ബിഹാ ഇല്ലാ ഫശാ ഫീഹിം അത്താഊൻ.
ഒരു നാട്ടിൽ അനാവശ്യങ്ങൾ, വ്യഭിചാരമാവട്ടെ, ആണും പെണ്ണും തമ്മിലുള്ള സ്വതന്ത്ര ലൈംഗികതയാവട്ടെ, വ്യഭിചാരമെന്ന് പറയുമ്പോ ചില ചെറുപ്പക്കാര് വിചാരിക്കും ഒരു അന്യ സ്ത്രീയും പുരുഷനും തമ്മിൽ ശാരീരികമായി ബന്ധപ്പെടുന്ന കാര്യം മാത്രമാണെന്ന്. അല്ല അല്ല, അൽ ഐനു സിനാഹുമാ അന്നദുറു. ഒരന്യ സ്ത്രീയെ അന്യ പുരുഷൻ, അന്യ പുരുഷനെ അന്യ സ്ത്രീ വൈകാരികമായി നോക്കുന്നത് കണ്ണിന്റെ വ്യഭിചാരമാണ്. ഇന്ന് നമ്മുടെ ഓരോരുത്തരുടെയും മൊബൈലിൽ തെളിയുന്ന ചിത്രങ്ങളിൽ എത്ര സദാചാരമുണ്ട്. നമ്മുടെ ഓരോരുത്തരുടെയും മൊബൈലിലൂടെ നമ്മൾ കാണുന്ന കാഴ്ചകൾ നീതീകരിക്കാൻ പറ്റുന്നത് എത്രയുണ്ട്. നമ്മൾ ഓരോരുത്തരും വിലയിരുത്തണം. അങ്ങനെ നമ്മുടെ സമുദായത്തിന്റെ ഉള്ളിൽ അനാവശ്യങ്ങൾ പടർന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഇല്ലാ ഫശാ ഫീഹിമുത് ത്വാഊൻ വൽ ലൗജാ അല്ലതി ലം തകുൻ മലത് ഫീ അസ്ലാഫിഹിം അല്ലദീന മലൂ. ഒരുപാട് രോഗങ്ങൾ ആ ജനതയിലേക്ക് വരും. കേട്ടുകേൾവിയില്ലാത്ത രോഗം, കേട്ടുകേൾവിയില്ലാത്ത രോഗങ്ങൾ വരും. ഓ ജനങ്ങളെ, നിങ്ങളുടെ അറിവിലോ കുടുംബത്തിലോ പരിചയത്തിലോ ഒരു ക്യാൻസർ രോഗിയെങ്കിലും ഇല്ലാത്ത ആരുണ്ട് ഇവിടെ? എത്ര സാങ്കേതികമായി വളർന്ന കാലമാണ്, എത്ര മെഡിക്കൽ കോളേജുകളുള്ള കാലമാണ്, എത്ര സൗകര്യങ്ങളുള്ള കാലമാണ്. എന്നാൽ ഈ രോഗത്തിനൊരു കൃത്യമായ മരുന്നുണ്ടോ? ഇതുപോലെ എത്ര ഡിസീസുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ജനങ്ങളിൽ തോന്നിവാസം പ്രകടമായാൽ തോന്നിവാസം ചെയ്യുന്നവർക്ക് മാത്രമല്ല, ആ ജനതയ്ക്ക് മുഴുവനും ശിക്ഷ അനുഭവിക്കേണ്ടി വരും. അപ്പൊ കോളേജുകളിൽ, ക്യാമ്പസുകളിൽ നടക്കുന്ന ലൈംഗിക അരാജകത്വം ഈ നാടിനെ നശിപ്പിച്ചു കളയും. മുസ്ലിം സ്ത്രീ പുരുഷന്മാർ അവരുടെ കല്യാണ വീടുകളിൽ, കുടുംബങ്ങളിൽ, ഇന്റർ ഫാമിലിയിൽ അനാവശ്യങ്ങൾ, ആറാട്ടുകൾ നടത്തിയാൽ ഈ സമുദായത്തിന്റെ ഇസ്സത്ത് ചോർന്നു പോകും, തർക്കമില്ല. ഞാനിത് ഇത്രയും ഊർജത്തോടെ പറയുന്ന എന്താണെന്നറിയോ? 8 നൂറ്റാണ്ട് സ്പെയിൻ ഭരിച്ചിരുന്ന മുസ്ലിമീങ്ങളുടെ കയ്യിൽ അവരുണ്ടാക്കിയ പള്ളി ഇന്നില്ല. ഞാൻ പറഞ്ഞ കൊർദോവയിലെ ഗ്രാൻഡ് മസ്ജിദിന്റെ 800 മീറ്റർ ഉയരമുള്ള മിനാരമുണ്ട്. ആ മിനാരത്തിന്റെ ഉള്ളിലൂടെ ഗോവണി കയറിയിട്ട് മേലെ എത്തിയാൽ കൊർദോവ പട്ടണം മുഴുവനും കാണാം. 7-8 നൂറ്റാണ്ട് മുമ്പുണ്ടാക്കിയ ടവർ ഇപ്പോഴും ആളുകൾക്ക് കയറാൻ പറ്റും. ആ ടവറിന്റെ പേര് ജെറാൾഡ ടവർ എന്നാ. അടിച്ചു നോക്ക്. ആ ടവർ 800 മീറ്റർ ഉയരമുള്ള ആ മിനാരത്തിൽ നിന്ന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ബാങ്കുലി കേട്ട മിനാരമാണത്. ഇന്നവിടെ ബാങ്കുലിയല്ല, അവിടെ മണിയടിയാണ് കേൾക്കുന്നത്. എന്താ? അമവികൾ ഭരിച്ച രാജ്യമാണ് സ്പെയിൻ, അബ്ബാസികൾ ഭരിച്ച രാജ്യമാണ് സ്പെയിൻ, നസ്രുദുകൾ ഭരിച്ച രാജ്യമാണ് സ്പെയിൻ, ഹമൂദികൾ ഭരിച്ച രാജ്യമാണ് സ്പെയിൻ. എപ്പോഴാണ് നമ്മുടെ ഇന്ന് പോയത്? നമ്മൾ ബിംബാരാധന തുടങ്ങിയപ്പോഴാണോ? അല്ല. നമ്മൾ ശിർക്ക് ചെയ്തപ്പോഴാണോ? അല്ല. എപ്പോഴാണ് നമ്മുടെ കയ്യിൽ നിന്ന് സ്പെയിൻ നഷ്ടപ്പെട്ടത്? നമ്മൾ ആർഭാടങ്ങൾക്ക് അടിമകളായപ്പോ, നമ്മൾ ഗാനമേളക്ക് അടിമയായപ്പോ, നമ്മൾ വൃത്തികേടുകൾക്ക് അടിമകളായപ്പോ, കൊട്ടാരത്തിന്റെ ഉള്ളിൽ വെപ്പാട്ടികൾ വന്നപ്പോ, തെരുവോരങ്ങളിൽ ക്ലബ്ബുകൾ ഉണ്ടായപ്പോ, മദ്യപാനം വ്യാപകമായപ്പോ നമ്മുടെ കയ്യിൽ നിന്നുള്ള അധികാരം പോയി, പള്ളിയും പോയി, എല്ലാം പോയി. നിങ്ങൾക്കറിയുമോ അൽഖസർ പാലസ്? അടിച്ചു നോക്കൂ. ഗ്രനാഡയിലെ അൽഖസർ പാലസ് എന്ന് പറയുന്ന ലോകത്ത് തുല്യതയില്ലാത്ത ഒരു പട്ടണമാണത്. കേവലം ഒരു കൊട്ടാരമല്ല. ആ വലിയ പാലസ് ഒരു പട്ടണമായി ഇന്നും അവിടെ നിലനിൽക്കുന്നുണ്ട്. അതിമനോഹരമായ നിർമ്മിതികളാണ് ഇവിടെ മുഴുവനും ഉള്ളത്. അവസാനത്തെ അമവി ഭരണാധികാരി അദ്ദേഹം ഉണ്ടാക്കിയ വലിയ 1200 ഹെക്ടർ ഭൂമിയിലുള്ള വലിയ പട്ടണത്തിൽ നിന്ന് ഫെർഡിനൻഡിന്റെയും ഇസബെല്ലയുടെയും കയ്യിലേക്ക് താക്കോല് കൊടുത്തിട്ട് ഇറങ്ങിയിട്ട് തിരിഞ്ഞൊന്ന് നോക്കിയിട്ട് പൊട്ടിക്കരഞ്ഞപ്പോ ഉമ്മയായ ആയിഷ പറഞ്ഞു, മോനെ, ആണായി ജീവിക്കേണ്ട കാലത്ത് ആണായി ജീവിക്കാതെ ഇപ്പൊ പെണ്ണിനെ പോലെ കരഞ്ഞിട്ട് കാര്യമുണ്ടോ? എന്താ?
അവസാനത്തെ ഭരണാധികാരിയുടെ ഇന്ന് ഫെർഡിനൻഡും ഇസബല്ലയും ക്രൈസ്തവ യൂറോപ്പ് അധികാരം പിടിച്ചു വാങ്ങി. ഗ്രാനഡ ഏതാ? ഖാദി ഇയ്യാദ് തങ്ങൾ ശിഫ എഴുതിയ നാട്. കൊർദോവ ഏതാ? ഇമാം ഖുർത്തുബി തങ്ങൾ ജീവിച്ച നാട്. ലോകത്താദ്യമായി ഫ്ലൈറ്റ് കണ്ടുപിടിച്ചത് ആരാ? റൈറ്റ് ബ്രദേഴ്സ് എന്നാണ് നമ്മൾ സ്കൂളിൽ പഠിക്കുന്നത്. ആദ്യം ഫ്ലൈറ്റ് എന്ന ആശയം കൊണ്ടുവന്നത് അബ്ബാസുൽ ഫിർനാസ് ആണ്. അദ്ദേഹം സ്പെയിൻകാരനായ മുസ്ലിം പണ്ഡിതനാണ്. അദ്ദേഹത്തിന്റെ സ്മാരക ഫലകം ഇപ്പോഴും യൂറോപ്പ് സൂക്ഷിക്കുന്നുണ്ട്. അങ്ങനെ നമുക്ക് വികസനം ഉണ്ടായിരുന്ന യൂറോപ്പ് നമ്മുടെ കയ്യിൽ നിന്ന് പോയിട്ട് അവസാനം 40,000 മുസ്ലിങ്ങൾ മാത്രം ബാക്കിയായി. അവര് മുഴുവനും അൽ പുഹാറ മൗണ്ടൈൻ എന്ന് പറയുന്ന ഒരു മലയിലേക്ക് കയറി. ആ മലയിൽ ചെറിയ ചെറിയ പൊത്തുകൾ ഉണ്ടാക്കി, വീടുണ്ടാക്കി. ആ 40,000 മുസ്ലിമീങ്ങളും അതിലെ വ്യത്യസ്ത ഗ്രാമങ്ങളിൽ താമസിച്ചപ്പോൾ ക്രൈസ്തവ യൂറോപ്പ് പിന്നെയും അവസാനം അവിടെ വന്നു 33,000-നെയും കൊന്നുകളഞ്ഞു. നിങ്ങൾക്കറിയുമോ, ഇതൊക്കെ ലോകത്ത് വായിച്ചുകൊണ്ടിരിക്കുന്ന ചരിത്രമാണ്. നിങ്ങൾ നെറ്റിൽ അടിച്ചു നോക്കൂ, അൽ പുഹാറ മൗണ്ടൈൻ. അവിടെയുള്ള വില്ലേജ് ഇന്നും മനോഹര, നല്ല മനോഹരമായി. ഇങ്ങോട്ട് കയറി വരുമ്പോൾ നമ്മൾ കാണുന്ന പോലെ പച്ചപ്പുള്ള മല, ആ മലയുടെ ഉള്ളിൽ പൊത്തുണ്ടാക്കി മനോഹരമായ വീട്. ആ വീട്ടിൽ താമസിച്ചിരുന്ന ജനത, അവിടുത്തെ സൂപ്പർ പ്യുവർ വാട്ടർ ഇങ്ങനെ പോകുന്ന വാട്ടർ ചാനലുകൾ, യൂറോപ്പിലെ മുഴുവൻ സഞ്ചാരികളും എത്തിച്ചേരുന്ന സ്ഥല. അവിടെ മുഴുവനും ഇന്നലകളിൽ വാങ്കൊലി മുഴങ്ങിയിരുന്ന പള്ളികൾ ഇന്ന് കാണാനില്ല. ഓ മഹാന്മാരുടെ മഖാമുകൾ ഇന്ന് കാണാനില്ല. ദർഗകൾ ഇന്ന് കാണാനില്ല. ഒരൊറ്റ ഇമാമിന്റെ ഖബർ പോലും അവിടെ കാണാനില്ല. ആരാണ് കൊണ്ടുപോയത്? ആരാണ് കൊണ്ടുപോയത്? ക്രൈസ്തവ യൂറോപ്പ് കൊണ്ടുപോയതാ. എപ്പോഴാ കൊണ്ടുപോയത്? ഈ സമുദായത്തിന്റെ ചെറുപ്പക്കാര് കള്ളിന്റെയും കഞ്ചാവിന്റെയും പാട്ടിന്റെയും കൂത്തിന്റെയും വിവാഹ മാമാങ്കത്തിന്റെയും പിന്നാലെ പോയപ്പോഴാ പോയത്. ഇപ്പോ ഗൾഫ് വാർ നടക്കുന്നു. വാർന്നൊന്നും പറയാൻ പറ്റത്തില്ല, അത് വേറെ കാര്യം. അല്ലാഹു തആല പരീക്ഷണങ്ങൾ തരും. എപ്പോഴാണ്? നമ്മൾ അല്ലാഹുവിനെ മറന്ന് ജീവിക്കുന്നത്. അതുകൊണ്ട് നമുക്കൊരൊറ്റ രക്ഷയുള്ളൂ. നമുക്ക് രക്ഷയ്ക്കുള്ള ഒരു വഴിയേ ഉള്ളൂ, അല്ലാഹുവിലേക്ക് മടങ്ങണം. ഉറൂസിന്റെ പേരിലായാലും അനാചാരം നടന്നാൽ ആ നാട്ടിൽ വിപത്ത് വരും. ആരാധനയുടെ പേരിലാണെങ്കിലും മാമാങ്കങ്ങൾ ഉണ്ടായാൽ അല്ലാഹുവിന്റെ പരീക്ഷണം വരും. തർക്കമൊന്നും വേണ്ട. ഇവിടെ ഏറ്റവും വലുത് അല്ലാഹുവിന്റെ വജൂദാണ്. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റിസാലത്താണ്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണിച്ചു തന്ന ഇസ്ലാമാണ്. അതുക്കു മേലെ ഒരു ആചാരവും പറഞ്ഞ് നമ്മൾ ന്യായീകരിക്കണ്ട. അതുക്ക് മേലെ ഒരു ആർഭാടവും പറഞ്ഞ് നമ്മൾ ന്യായീകരിക്കണ്ട. അതുക്ക് മേലെ ഒരു സംഘടനാ ശാസ്ത്രവും പറയണ്ട. അതുക്ക് മേലെ പറയാനൊന്നുമില്ല. ഇവിടെ ഭയക്കാൻ ഒരു ശക്തിയേ ഉള്ളൂ, അല്ലാഹുൽ വാഹിദുൽ അഹദ്. അല്ലാഹുൽ വാഹിദുൽ അഹദ്. നമ്മൾ അല്ലാഹുവിനെ വേണ്ട പോലെ ഭയന്ന് ജീവിച്ചാൽ നമ്മുടെ അടുത്ത് ഒരു കുട്ടിയും വരൂല. നമ്മൾ അല്ലാഹുവിനെ മറന്നാൽ നമ്മളെ ചവിട്ടിത്തേക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇനി ഒരു കാലം വരും, ഈ സമുദായത്തെ ആളുകൾ പിച്ചിക്കീറി കൊണ്ടുപോകും, തളികയിൽ വെച്ചിരിക്കുന്ന മാംസം പറിച്ചെടുക്കും പോലെ. ഇന്നിപ്പോ എല്ലാവർക്കും പരിചയമുണ്ട്. പണ്ട് ഗൾഫിൽ പോയവർക്കേ പരിചയമുള്ളൂ മന്തി എങ്ങനെ കഴിക്കുന്നത്. ഇപ്പം ഗൾഫുകാരെക്കാട്ടി കൂടുതൽ നമുക്കറിയാം മന്തി എങ്ങനെയാണ്. അപ്പൊ അവരാടൊക്കെ അങ്ങോട്ട് പുഴുങ്ങി വെച്ചാൽ ചെറുപ്പക്കാര് 4 സൈഡിൽ നിന്ന് പറിച്ച് ഇങ്ങനെ കയ്യും കാലും ഒക്കെ എടുത്തോണ്ട് പോണ മാതിരി ഈ സമുദായത്തെ എടുത്തുകൊണ്ട് പോകും. ആര്? ഈ സമുദായത്തിന്റെ വിരോധികൾ കൊണ്ടുപോകും. അപ്പൊ സ്വഹാബത്ത് ചോദിച്ചു, അന്ന് നമ്മൾ ന്യൂനപക്ഷമായിരിക്കുമോ നബിയെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അല്ല, അന്ന് ന്യൂനപക്ഷമായിരിക്കില്ല, നമ്മൾ ഒരുപാടുണ്ടാവും. ഇന്ത്യ മഹാരാജ്യത്തിന് 20 കോടിയിലേറെ മുസ്ലിങ്ങളുണ്ട്. 20 കോടിയിലേറെ മുസ്ലിങ്ങൾ ഇന്ത്യ മഹാരാജ്യത്തുണ്ട്. നമുക്കറിയോ, ലോകത്ത് 150 കോടിയോളം വരുന്ന മുസ്ലിങ്ങളുണ്ട്. നമ്മളെ കുറവായത് കൊണ്ടല്ല. പിന്നെ എന്താണ്? ലാ ഖാഫു അലൈക്കും അൻ തുശ്രികൂ ബഅദീ,
എനിക്കു ശേഷം നിങ്ങളെല്ലാവരും ശിർക്ക് ചെയ്യുമോ എന്ന പേടിയല്ല, നിങ്ങളെല്ലാവരും ദുനിയാവിന്റെ അടിമകളായി പോകുമോ എന്നുള്ള പേടിയാ എന്ന് പറഞ്ഞതാരാണ്? കാലത്തിന്റെ മുഴുവനും ദിഗന്ധങ്ങളിൽ മാറ്റത്തിന്റെ മാറ്റലുയർത്തുകയും പ്രപഞ്ചത്തിന്റെ പ്രകമ്പനങ്ങളിൽ മുഴുവനും പ്രണയമടയാളപ്പെടുത്തുകയും ചെയ്ത ലോകത്തിന്റെ മുഴുവനും പ്രണയ രാജാവ് പുണ്യപ്രഭു മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് 140 പതിറ്റാണ്ടുകൾക്ക് മുമ്പ് പറഞ്ഞു വെച്ചതാണിത്. ഈ സമുദായം എപ്പോഴാണ് വില കൽപ്പിക്കപ്പെടാതെ പോണത്? അവര് ദുനിയാവിന് അടിമകളാകുമ്പോൾ. ദുനിയാവിന് അടിമകളാകും. അതേ സമയത്ത് നമ്മൾ പടച്ചോനെ പേടിച്ചാലോ? നമുക്ക് പണത്തിന്റെ ആവശ്യമില്ല, ജാടയുടെ ആവശ്യമില്ല.